വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം നടന്നു 1.5 വർഷം പിന്നിടുമ്പോഴും പുനരധിവാസ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെട്ട ദുരിതബാധിതർ പ്രത്യക്ഷ സമരത്തിലേക്ക്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ പോലും പട്ടികയ്ക്ക് പുറത്തായതോടെ വയനാട് കളക്ടറേറ്റിന് മുൻപിൽ കടുത്ത പ്രതിഷേധമാണ് അരങ്ങേറിയത്. കടം എഴുതുന്ന ഉൾപ്പെടെയുള്ളവർ ആനുകൂല്യങ്ങളിൽ നിന്നും തഴയപ്പെട്ട ഇവർ ടൗൺഷിപ്പിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അച്ഛനും എൻ്റെ ആങ്ങളെ അതിൽ നഷ്ടപ്പെട്ടു പോയി. 2 വീടും നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്കൊരു വീട് ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. പെൺമക്കൾ 3 പെൺമക്കളാണ്. അവരെ കല്യാണം കഴിച്ചു കൊടുത്തതുകൊണ്ട് അത് തരാൻ പറ്റില്ല. ഞാൻ ഈ കളക്ടറേറ്റിൽ പല പ്രാവശ്യം കയറി ഇറങ്ങി. ഷോഡമിൻ്റെ ഭാഗത്തുനിന്ന് തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾ എങ്ങോട്ട് പോവുക? എനിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് 11 പേര് നഷ്ടപ്പെട്ടതാണ്. മകനടക്കം നഷ്ടപ്പെട്ടതാണ്. ഒരുപാട് പ്രാവശ്യം ഇവിടെ കളക്ടറേറ്റിൽ ഞങ്ങൾ കയറി ഇറങ്ങി പരാതി കൊടുത്തിട്ടും അപ്പോൾ അവരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മകൻ നഷ്ടപ്പെട്ടാൽ പൈസ കിട്ടിയില്ലേ, അതോടെ കഴിഞ്ഞു, വീടില്ല. റേഷൻ കാർഡ് മാനദണ്ഡമാണെങ്കിൽ ഈ റേഷൻ കാർഡ് മാനദണ്ഡത്തിൽ കൊടുത്ത അതേ മാനദണ്ഡം നമുക്കും കിട്ടണ്ടേ? ഇതേ സ്ഥലത്ത് ഇവരൊക്കെ സ്ഥലമുള്ള ആളുകളാണ്. 4 സെന്റ് 3 സെന്റ് 5 സെന്റ് ഭൂമി ആളുകളാണ്. അവർക്ക് കൊടുത്തിട്ട് നമ്മളെ പുറന്തള്ളിക്കുക. നമ്മളവിടെ പെറ്റു വളർന്ന വീടുകൾ തരാമെന്നും അതുപോലെ തന്നെ അവിടെയുള്ള ദുരിതബാധിതരെ നല്ലപോലെ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഗവൺമെന്റ് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യവും ചെയ്തു വരുന്നുണ്ട്. വിവരങ്ങളുമായി അതിന്റെ അകത്ത് ജയരാജ് ബത്തേരി ചേരുന്നു വയനാട്ടിൽ നിന്ന്. ജയരാജ്, വീട് നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവരൊക്കെ ഇപ്പോഴും പെരുവഴിയിലാണ്. അവിടെയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ കൊട്ടിഘോഷിച്ച്